YKSൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹെഗ്രയിൽ നിന്നും തിരികെ പോന്നു. നമ്മൾക്ക് ഹെഗ്രയിൽ കയറാൻ പറ്റിയില്ല. കാരണം നമ്മൾ മുന്നേ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറണമെങ്കിൽ അവിടെ മുന്നേ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം നമ്മളെന്തായാലും തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് മറ്റന്നാൾ രാവിലെ 7 മണിക്കുള്ള ട്രിപ്പിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോന്നു. ഹെഗ്രയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് എലിഫൻ്റ് റോക്ക് കാണാനായിട്ടാണ്. നമ്മൾ എലിഫൻ്റ് റോക്കിനടുത്തേക്ക് എത്തി. 6 മണിക്കാണ് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സമയം 6 മണി കഴിഞ്ഞ് നമ്മൾ ആ എൻട്രൻസ് കടന്ന് എലിഫൻ്റ് റോക്കിൻ്റെ അങ്ങേ സൈഡിൽ പോയി നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എലിഫൻ്റ് റോക്കിൻ്റെ ശരിക്കുള്ള ഭംഗി അത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അസ്തമയത്തിൻ്റെ ഒരു ചുവപ്പും ഈ കല്ലിൻ്റെ ഒരു നിറവും എല്ലാം ചേർന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഇപ്പോൾ കുറച്ച് തിരക്കായി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവരാണ് ഇവിടെ ഈ കാണുന്ന സീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം. നമ്മളുടെ പുറകിൽ ഈ എലിഫൻ്റ് റോക്ക് വരുന്ന രീതിക്കാണ് ഈ സീറ്റെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ കുറേ നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നേരം കുറച്ചിരുട്ടി. ഇന്നിനി എന്തായാലും വേറെ സ്ഥലങ്ങളും കാഴ്ചകളും ഒന്നും കാണാൻ പറ്റില്ല. തന്നെയുമല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. എലിഫൻ്റ് റോക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് ഓൾഡ് ടൗണിലേക്കാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിക്കാൻ. ആ റെസ്റ്റോറൻറ്റ് ശരിക്കും പഴയ ഒരു അറബിക് സ്റ്റൈലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. കംപ്ലീറ്റ്ലി പഴയ ബിൽഡിങ്ങുമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂരയൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ട്. അവിടെ കയറി അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മളവിടെ കയറി അറബിക് ഫുഡാണ് ഓർഡർ ചെയ്തത്. കബാബും മുത്തബല്ലും ഒക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കഴിച്ചു. ഇനി നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഓൾഡ് ടൗണിനോട് ചേർന്നുള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തു. അവിടെയാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങിയത്. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഇതിൻ്റെ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഒയാസിസ് ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഗൂഗിളിൽ നോക്കിയപ്പോൾ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ആ ഹെറിറ്റേജ് വില്ലേജ് ഉള്ളത്. എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് നടന്നു പോയി കാണാമെന്ന് വിചാരിച്ചു. നേരെ അങ്ങോട്ടേക്ക് പോയി. ശരിക്കും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ അല്ല ചെന്ന് കയറുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമ്മൾ പോയി കയറുന്നത് ശരിക്കുള്ള വഴിയിലൂടെ അല്ല, ഒരു ഊടുവഴിയിലൂടെയൊക്കെ കയറിയാണ് എന്തായാലും നമ്മളവിടെ വന്നത്. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് ഹെറിറ്റേജ് വില്ലേജ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. കാലക്രമേണ അവരെല്ലാവരും ഇവിടുന്ന് മാറിപ്പോവുകയും ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുത്ത് മറ്റൊരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഈ സ്ഥലം ലീസിന് നൽകുകയും അവരിത്
പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ആ വീടുകളും അവരുടെ കൃഷിസ്ഥലങ്ങളും എല്ലാം അതുപോലെ തന്നെ നിലനിർത്തി ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നിലനിർത്തി കൊണ്ടുവരികയാണ്. ഇവിടം സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും റെസ്റ്റോറൻറ്റ്സും എല്ലാം ആ കമ്പനി തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഈ വില്ലേജിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഓർഗാനിക്കായിട്ട് ഇവരിവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഒരു ഓറഞ്ച് മരമാണ് ഈ കാണുന്നത്. ഒരുപാട് ഓറഞ്ച് ആ മരത്തിൽ പഴുത്തും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് താഴെ വീണും കിടപ്പുണ്ട്. ഈ കാണുന്ന ഒരു മാവാണ്. അത് പൂത്തു നിൽക്കുന്നത് കണ്ടിട്ട് ഇതുപോലൊരു മാവ് നാട്ടിൽ പോലും ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വളരെ ചെറിയൊരു മാവ്, പക്ഷെ അത് നല്ല രീതിക്ക് പൂത്തു നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളുടെ വണ്ടി കടന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് അല്ലുലയിൽ തന്നെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ദാദൻ കാണാനായിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ദാദനിലെത്തി. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ദാദനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരിവിടെ ഫ്രെയിം ചെയ്തും അതല്ലാണ്ടും ഒക്കെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും അതൊന്നും ഒരുപാട് കാണാനായിട്ടുള്ള സമയമില്ല. കാര്യം ഇവിടെ നിന്നുള്ള വണ്ടി പോകാൻ സമയമായി. ദാദനിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെയും എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് ബസ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 60 സൗദി റിയാലാണുള്ളത്. അതല്ല നമ്മളൊരു ഗ്രൂപ്പ് 3-4 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻറ്റേജ് ലാൻഡ് റോവർ ഉണ്ട്. 700 സൗദി റിയാലാണ് അതിൻ്റെ ചാർജ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 4 പേർക്കോ ഒക്കെ അതിൽ സുഖമായിട്ട് പോകാം. അതാകുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് പോയി നമ്മളുടെ ഇഷ്ടത്തിന് തിരിച്ചവർ കൊണ്ടുവരും. ദാദൻ ടൂറ് 2 മണിക്കൂറാണ് ആ ടൂർ ടൈമിങ്. എന്തായാലും നമ്മൾ ബസ്സിൽ പോകാനായിട്ടുള്ള ടിക്കറ്റ് അതാണ് നമ്മളെടുത്തത്. എന്തായാലും നമ്മളിവിടെ നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മുടെ കൂടെ ഇവിടെ നിന്നുള്ളൊരു സ്വദേശി വനിത, അവരാണ് ഗൈഡായിട്ട് വരുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപാണ് ദാദനിൽ ആളുകൾ താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത്. അവർ അന്ന് നിർമ്മിച്ച അമ്പലങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശില്പങ്ങളും അന്നത്തെ അവരുടെ ജീവിത രീതികളും അവർ താമസിച്ച വീടുകൾ, അവർ ഉപയോഗിച്ച പാത്രങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ ഇവിടെ ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം 7% മാത്രമാണ്. ബാക്കി ഇനിയും ഇവിടെ മണ്ണിനടിയിൽ കിടക്കുന്നു. അതിൻ്റെ ഗവേഷണങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവേഷകർ ഇവിടെ നിന്നും കണ്ടെടുത്ത ശില്പങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാലക്രമേണ അതുമൊക്കെ നമുക്ക് ഇനിയൊരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവർ എഴുതിയ ലിപികളും
അവരെഴുതിയ വാക്കുകളും ഒക്കെയാണ് ഈ പാറയിൽ കാണുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഗവേഷകർ ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതേ ലിപിയിൽ നമുക്ക് നമ്മളുടെ പേരും മറ്റുമൊക്കെ എഴുതാനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഇവർ തന്നെ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് ആ കാഴ്ചകളിലേക്കാണ്. അങ്ങനെ ഇവിടുത്തെ ആ ചുവന്ന കല്ലിൽ ഞാനും എഴുതി YKS. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ മിറർ ബിൽഡിംഗ് ആയ മറായ എന്ന് പറയുന്ന ആ വലിയ അത്ഭുതം കാണാനായിട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് അല്ലുലയിൽ ഒരു മരുഭൂമിയിലാണ്. ഈ കാണുന്നതാണ് അവിടേക്കുള്ള എൻട്രൻസ്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ആ കണ്ണാടി കൊട്ടാരം. നമ്മളെന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് നടന്നു. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ആ ഒരു പിക്ചറേ അല്ല ഇവിടെ വന്ന് നിന്ന് നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത്. കുറേ മലകൾക്ക് ചുവട്ടിൽ മരുഭൂമിയിൽ ഒരു വലിയ കണ്ണാടി കൊട്ടാരം. അതാണ് മറായ. 9740 മിറർ പാനലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൺസർട്ട് ഹാളാണ് മറായ. ഇപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തത് കൊണ്ട് പ്രോഗ്രാമുകളൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് ടിക്കറ്റുണ്ട്. അത് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ടിക്കറ്റിൻ്റെ റേറ്റ് ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കും. ഇവർ ചൈനയിൽ നിന്ന് വന്ന സ്റ്റുഡൻസാണ്. നമ്മൾ എലിഫൻ്റ് റോക്സിൻ്റെ അവിടെ വെച്ചിട്ട് ഇവരുടെ വണ്ടി താന്നു പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഇവരെ. അങ്ങനെ മറായയുടെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹറാത്ത് വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ്. ആ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.